കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം വെറും ബഡായിയോ? പ്രശസ്ത സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂറിന്റെ പോസ്റ്റ് വിവാദമാകുന്നു. ഏറെക്കാലമായി കൊട്ടിഘോഷിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം കായിക മന്ത്രിയുടെ സ്വപ്നം മാത്രമാണോ? സംശയങ്ങളുടെ മുൾമുനയിലേക്ക് ചന്ദ്രിക എഡിറ്റർ പ്രമുഖ സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വായിക്കാം. എന്നാലും കായിക മന്ത്രി ഇത്ര വേണമായിരുന്നോ? ആസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിൽ അതിവിഖ്യാതമായ മോണമെന്റൽ സ്റ്റേഡിയത്തിൽ അർജന്റീന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ചിലയുമായി കളിക്കുന്ന ദിവസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളെല്ലാം ആ സ്റ്റേഡിയത്തിലുണ്ട്. ആ ദിവസമാണ് താങ്കളും സംഘവും അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്താനെന്ന പേരിൽ സ്പാനിഷ് ആസ്ഥാനമായ മാഡ്രിഡിലെത്തുന്നത്. അർജന്റീനയുടെ കുറെ രാജ്യാന്തര താരങ്ങൾ സ്പാനിഷ് ലാലിഗയിൽ പന്ത് തട്ടുന്നുണ്ട്. പക്ഷേ അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ ആസ്ഥാനം മാഡ്രിഡിലേക്ക് മാറ്റിയതായി അറിവില്ല. പിന്നെ ഈ ചിത്രത്തിൽ ആരാണ് അർജന്റീനയുടെ അസോസിയേഷൻ ഭാരവാഹി? താങ്കൾക്കൊപ്പമുള്ള ആൾ ഉയർത്തിയിരിക്കുന്നത് മെസ്സിയുടെ ജേഴ്സിയാണ്. അർജന്റീനിയൻ അസോസിയേഷൻ ഒരു താരത്തിന്റെ ജേഴ്സി ഔദ്യോഗികമായി കൈമാറില്ല. ദേശീയ ടീം ജേഴ്സിയാണ് കൈമാറുക. ഇത് മാഡ്രിഡിലോ പരിസരത്തോ ഉള്ള ഒരു കൊച്ചു സ്റ്റേഡിയത്തിൽ പോയി നടത്തിയ ഒരു ഉഡായിപ്പാണ്. അതാണ് മെസ്സി കേരളത്തിലേക്ക്, മലപ്പുറത്ത് അർജന്റീനയുടെ അക്കാദമി എന്നെല്ലാം പറഞ്ഞ് വാഴ്ത്തപ്പെടുന്നത്. കഷ്ടം കായിക രാഷ്ട്രീയം. അതേസമയം കമാൽ വരദൂറിന്റെ വാദം തെറ്റാണെന്നും യാഥാർത്ഥ്യം ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടിയിരുന്നുവെന്നും ഒരു വിഭാഗം ഫുട്ബോൾ ആരാധകർ പറയുന്നുണ്ട്. മന്ത്രിയോടൊപ്പം ചിത്രത്തിലുള്ള ലിയാണാർഡോ പീറ്റേഴ്സൺ അർജന്റീനയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറാണെന്ന് പറഞ്ഞ് ഏതാനും സോഷ്യൽ മീഡിയ സ്ക്രീൻഷോട്ടുകളാണ് ഇവർ തെളിവായി നൽകുന്നത്. കമാൽ വരദൂറിന്റെ വിശദീകരണമാണോ വരുന്നത്? പോസ്റ്റ് റിമൂവ് ചെയ്യുകയാണോ സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം.